നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 26-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 12-ാം തീയതി ബുധനാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രവും അവിട്ടം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ് അവിട്ടം, ശുഭനക്ഷത്രമാണ് അവിട്ടം, ശുഭദിനമാണിന്ന്. ഇപ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. ഇപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാം. ഇന്ന് നമുക്ക് യഥേഷ്ടം സന്തോഷത്തോടു കൂടി ഉറക്കം എണീറ്റ് ഓരോ കാര്യങ്ങൾ അങ്ങ് തുടങ്ങിക്കൊള്ളണം. കാരണം വിജയത്തിന് വഴിതെളിക്കുന്ന ദിവസമാണ്, വിജയശ്രീയിൽ ഹാജരാകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കണം. കാരണം നമുക്കിന്ന് പേടിക്കേണ്ട ദിവസമല്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇന്ന ദിവസം മാത്രം നോക്കിയാൽ ഇന്ന ദിവസം കൊള്ളാം, നമുക്കതിന് വേണ്ടി ഇറങ്ങാം. പക്ഷേ ഇവിടെ മീനമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നമുക്കെപ്പോഴും ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൂടുതലായിട്ടും ബർത്ത്ഡേ വാർഷിക ഫലമായിട്ട് അതിനെ കാണാറുണ്ട്. അങ്ങനെ വരുന്നവർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഏഴരശനി നടക്കട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ദോഷം നടക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബുധൻ്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും ഈ ഒരു വർഷവും. അതുകൊണ്ട് ബുധൻ പ്രവൃത്തികാരകനാണ്. നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാവും. ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ ജോലി കിട്ടും, ജോലിയിലിരിക്കുന്ന ആളാണെങ്കിൽ ജോലി കയറ്റം കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നേട്ടം ഉണ്ടാവും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായ അവസ്ഥ നിങ്ങൾക്ക് സംജാതമാവും. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തെ വിജയിപ്പിക്കും. പഠിത്തം ബ്ലോക്കായി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ ബ്ലോക്കെല്ലാം മാറ്റി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുക വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഇറങ്ങണം, എങ്കിൽ മാത്രമേ വിജയിപ്പിക്കുകയുള്ളൂ. ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് ബുധനാഴ്ച വന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. കർമ്മം ചെയ്യുക, എങ്കിലേ കർമ്മഫലം കിട്ടുകയുള്ളൂ. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങും. നല്ല ദിവസമാണ് എങ്കിൽ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഇന്നത്തെ രാഹുകാല സമയം നോക്കിയിട്ട് വേണം. രാവിലെയൊക്കെ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർക്ക് ബാധകമല്ല. ഉച്ചയ്ക്ക് ശേഷമാണ് രാഹു തുടങ്ങുന്നത്. 12 തൊട്ട് 1:30 മണി വരെ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണിക്കല്ല രാഹുകാലം തുടങ്ങുന്നത്. രാഹുകാലം 12:30 മണി തൊട്ട് 2 മണി വരെയാണ് രാഹുകാല സമയം. അപ്പോൾ അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 12 മണിക്ക് രാഹുകാലം തുടങ്ങിയെന്നും പറഞ്ഞ് നമ്മളെ പോവാതിരിക്കേണ്ട. 2 മണിക്ക് 1:30ക്ക് തീർന്നെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ രാഹുകാലത്തിലായി പോകും. അതുകൊണ്ട് 12:30 തൊട്ട് 2 മണി വരെയാണ് രാഹുകാല സമയം. രാഹുകാല സമയം നാഗര് ഉണർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പ് കൂടി പോവാതിരിക്കുക. നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്നവർ നോക്കില്ല. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം നോക്കും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കും. അതുപോലെ എല്ലാ ദിവസവും ഗുളികകാല സമയവും യമകണ്ഠ കാല സമയമായിട്ട് 3 മണിക്കൂർ നേരം പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജിയുള്ള സമയമാണ്. ആ സമയം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്, അങ്ങ് വിട്ടുകളയണം, അവർക്കങ്ങ് വിട്ടുകൊടുക്കണം. അതിൽ ഗുളികകാല സമയം വരുന്നത് 11 മണി മുതൽ 12:30 വരെയാണ്. യമകണ്ഠ കാല സമയം വരുന്നത് 7:59 തൊട്ട് 9:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ഇവിടെയും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:06 തൊട്ട് 12:54 വരെ ഉള്ള സമയത്തിൽ 4 മിനിറ്റ് നേരമേ ഇടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ. ശരിക്കും 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, ഇന്ന് ഇറങ്ങാൻ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഉഴപ്പിയിരിക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഒരു അപേക്ഷ കൊടുക്കാനാവട്ടെ, ഇൻ്റർവ്യൂവിനാവട്ടെ, ഒരാളിനെ സമീപിക്കാനാവട്ടെ, ഒരാളിനെ കാണാനാവട്ടെ, എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങണം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ പച്ച കളർ വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുക. അല്ലെങ്കിൽ ഒരു കഷ്ണം തുണി, പച്ച കളർ തുണി കയ്യിൽ കർച്ചീപ്പായിട്ട് ധരിക്കുക. കാരണം പ്രപഞ്ചമാതാവിൽ നിന്ന് ഇന്നത്തെ ദിവസം പച്ചയുടെ പ്രഭാവം ഉണ്ടാവും. അത് ആകർഷിക്കപ്പെടുകയും നമ്മളുടെ നെഗറ്റീവ് അകലുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.